പക്ഷെ റമദാൻ മാസത്തിൽ മാത്രമല്ല മറ്റുള്ള സമയങ്ങളിൽ അന്ന് ചർച്ച ചെയ്തത്. ആ ചർച്ച ചെയ്തപ്പോൾ നമ്മളെ പക്ഷത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ, ആ കലണ്ടറിൽ മഗ്രിബിൻ്റെ സമയം 6:10 എന്ന് കൊടുത്താൽ ആ കോഴിക്കോടിനെ സെൻട്രലൈസ് ചെയ്യുന്ന ഒരു 1000 അടി ഉയരത്തിലുള്ള ഒരു വയനാട്ട് ജില്ലക്കാരന് അത് ബാധകമാക്കാൻ പറ്റുമോ ചോദിച്ചു. മറുപടിയില്ല. ബുർജ് ഖലീഫ ദുബായിലുള്ള വലിയ ഏറ്റവും ഉയരമുള്ള ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൽ 3 തരത്തിലാണ് അവിടെ ബാങ്ക് കൊടുക്കുന്നത്. താഴെ നിലയിൽ ഒരു ബാങ്ക്, മധ്യനിലകളിൽ വേറൊരു ബാങ്ക്, ഉപരിനിലയിൽ മറ്റൊരു ബാങ്ക്. അപ്പോൾ ഉയര താഴ്ചക്കനുസരിച്ച് സമയം മാറുന്നുള്ള ഒരു പ്രതിഭാസം ശാസ്ത്രത്തിലുള്ളതാണ്. ഇതൊക്കെ ശാസ്ത്രഗ്രന്ഥങ്ങൾ വെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ പൊതുവായിട്ട് പറയാണ് ഇവിടെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, കോഴിക്കോടിനെ സെൻട്രലൈസ് ചെയ്തിട്ട് നമ്മളൊരു കലണ്ടർ ഇറക്കുമ്പോൾ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, കാസർഗോഡ് ഇങ്ങനെ നാല് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ സംഘടനകളും ഇപ്പോൾ കലണ്ടർ ഇറക്കുന്നത്. അപ്പോൾ ഈ കലണ്ടർ ഇറക്കുമ്പോൾ ഇത്രയും അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരാളുടെ നിസ്കാരം ഈ ബാങ്ക് അനുസരിച്ച് സഹീഹാകുമോ? മുജാഹിദിനും മറുപടിയില്ല, ജമാഅത്തിനും മറുപടിയില്ല. ഹുസൈൻ മടവൂരായി തന്നെ സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞതാ ശരിയെന്ന്. എൻ്റെ പിതാവാണ് ആ ചോദ്യം ചോദിച്ചത്, MT അബ്ദുള്ള മുസ്ലിയാർ. പിതാവ് എന്നുള്ള നിലക്കല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത്രയും ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ ആ വാക്കന്നെ ഉപയോഗിച്ചത്. ഹുസൈൻ മടവൂർ അപ്പോൾ പറഞ്ഞ അത് നിങ്ങൾ ഉസ്താദ് പറഞ്ഞു തന്നെയാണല്ലോ ശരി. പിന്നെ ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, കോഴിക്കോടിനെ സെൻട്രലൈസ് ചെയ്തിട്ട് നമ്മൾ സമയം ഉണ്ടാക്കുമ്പോൾ കോഴിക്കോടിൽ നിന്ന് വടകര, മാഹി വരെ ആ കലണ്ടറിനെ ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാ സംഘടനക്കാരും. അപ്പോൾ വടകര, മാഹി പ്രദേശങ്ങൾ പിന്നെയും വെസ്റ്റിലേക്ക്, പടിഞ്ഞാറിലേക്ക് നീങ്ങുമ്പോൾ അപ്പോൾ സൂര്യൻ്റെ അസ്തമയം വീണ്ടും വൈകുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഈ കോഴിക്കോടിനെ സെൻട്രലൈസ് ചെയ്തെന്ന കലണ്ടറിനെ അവലംബിക്കാൻ പറ്റുമോ? അതോ നിങ്ങൾ ഓരോ പഞ്ചായത്തുക്കും ഓരോ കലണ്ടർ ഇറക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഓരോ മഹല്ലുക്കും നിങ്ങൾ കലണ്ടർ ഇറക്കുമോ? അപ്പോൾ ഈ വസ്തുതകളെല്ലാം പരിഗണിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ചോദ്യം കൂടി ചോദിച്ചു. ഡോക്ടർ മുസ്തഫ ദാരിമി ചോദിച്ച ചോദ്യമാണ്. അഥവാ സൂര്യാസ്തമയം എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള സൂര്യാസ്തമയമുണ്ട്. ഒന്ന് സാക്ഷാൽ നാച്ചുറൽ, എന്താണ് സൺസെറ്റ് എന്നോ സൂര്യാസ്തമയത്തിന് എന്തോ പറയും, അതായത് പ്രകൃതിദത്തമായ സൂര്യാസ്തമയം. 2 ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുന്ന ഒരാളുടെ കണ്ണിൻ്റെ രശ്മി ചെന്ന് പതിക്കുമ്പോൾ അനുഭവപ്പെടുന്ന സൂര്യാസ്തമയം. ഇതിൽ ഏത് സൂര്യാസ്തമയം വെച്ചിട്ടാണ് നിങ്ങൾ കലണ്ടർ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അവർക്ക് മറുപടിയില്ല. അവർക്ക് അതിനൊന്നും, ഈ ചോദ്യത്തിനൊന്നും മറുപടിയില്ല. അവർക്ക് ആകെ മറുപടി എന്താ ഉള്ളത് അറിയോ? നെറ്റിൽ കാണുന്നു എന്നുള്ളതാണ്. നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ കൊടുത്ത സമയമാണ് കാണുന്നത് എന്നാണ്. കാലിക്കറ്റ് എന്ന് ഞങ്ങൾ ടൈപ്പ് ചെയ്താൽ ഈ സമയമാണ് വരുന്നത് എന്നാണ്. ഡോക്ടർ മുസ്തഫ ദാരിമി ചോദിച്ചു, ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ കൊടുക്കുന്ന പ്രയർ ടൈംസ് അത് ഏതു ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഡോക്ടർ സക്കരിയാക്ക് ഒരു മറുപടിയില്ല. എന്നിട്ട് 2 ദിവസം അവർ ഈ ശാസ്ത്രം പഠിക്കുവാൻ വേണ്ടി മുജാഹിദിൻ്റെ ആളുകൾ ജാമിഅ യമാനിയ കുറ്റിക്കാട്ടൂരിൽ വന്നിട്ട് 2 ദിവസം ഡോക്ടർ മുസ്തഫ ദാരിമിയുമായിട്ട് ഈ വിഷയം പഠിക്കാൻ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം, അപ്പോൾ സൂക്ഷ്മത എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളുടെ ഇബാദത്ത്, ഗൾഫ് ദുബായ് പണ്ഡിതന്മാരുടെ ഫത്താവ പരിശോധിച്ച് നോക്ക്. അവരൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ വസ്തുത അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത് മാത്രമല്ല, പഴയ ശേഷം എത്ര ഡിഗ്രി സൂര്യൻ പടിഞ്ഞാട്ട് പോകുമ്പോഴാണ് നിങ്ങൾ ഇശാഇൻ്റെ സമയം ഗണിക്കുന്നത്? അതേപോലെ തന്നെ സൂര്യോദയത്തിൻ്റെ എത്ര ഡിഗ്രി പിന്നിലേക്കാകുമ്പോഴാണ് സുബഹിയുടെ സമയത്ത് നിങ്ങൾ ഗണിക്കുന്നത്? അതിന് ശറഇനെ ബേസ് വെച്ചുകൊണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ഈ ചോദ്യത്തിനൊന്നും ഇവർക്ക് മറുപടിയില്ല. ഇവർക്ക് ആകുന്ന പച്ച പാവം, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്താച്ചാ കാട്ടിക്കോളി, മൂപ്പരൊന്നും മിണ്ടുന്നില്ല. ഹുസൈൻ മടവൂർ ഉസ്താദ് പറഞ്ഞു തന്നെയാണ് ശരി, ഉസ്താദ് പറഞ്ഞു തന്നെയാണ് ശരി. ബാക്കി സക്കരിയും കൂട്ടിൽ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാൻ നോക്കിയെങ്കിൽ MSSൻ്റെ പ്രതിനിധികൾ പറഞ്ഞു നിങ്ങൾ പഠിച്ചു വരൂ. എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സമസ്ത 2ാം സിറ്റിങ്ങിൽ, 1ാം സിറ്റിംഗ് കഴിഞ്ഞിട്ട് 2ാം സിറ്റിങ്ങിൽ ചന്ദ്രിക കലണ്ടറിൻ്റെ പ്രതിനിധി, അദ്ദേഹത്തിൻ്റെ പേരും ഓർമ്മയിട്ടില്ല, ഒരു സ്കെൽറ്റായിട്ടൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു ഇനി മുജാഹിദിൻ്റെ ജമാഅത്തിൻ്റെ പ്രതികരണം ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല, ഞങ്ങൾ സമസ്ത നിങ്ങൾ നൽകുന്ന സമയം അനുസരിച്ച് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ഇവരിത് പഠിച്ചിട്ടില്ല. ചന്ദ്രികയുടെ പ്രതിനിധി ഞങ്ങളോട് പറഞ്ഞതാ, മുജാഹിദിൻ്റെ ജമാഅത്തിൻ്റെ ആൾക്കാർ ഈ ശാസ്ത്രം പഠിച്ചിട്ടില്ല,
അതുകൊണ്ട് അവരെന്താ പറയുന്നു ഞങ്ങൾ കേൾക്കാൻ നിൽക്കുന്നില്ല, സമസ്ത പറയുന്നതനുസരിച്ച് ഞങ്ങൾ കലണ്ടർ ഇറക്കുകയാണ്. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതിന്റെ പേരിൽ ഒരു ആക്ഷേപം ഉന്നയിക്കാനുള്ള ഒരു വകുപ്പില്ല എന്നിപ്പോൾ മനസ്സിലായി. ഓക്കെ, ആ വിഷയം വിടാം. അടുത്തതായിട്ട് പിന്നെ ഇവിടെ നബാത്തി ഖുതുബയുടെ കാര്യം ഇവിടെ പറഞ്ഞു. റബീഉൽ അവ്വൽ നമ്മൾ പള്ളിയിൽ വെച്ച് ഓതുന്ന 5ഓളം നബാത്തി ഖുതുബയിൽ ഒരു നബാത്തി ഖുതുബയിൽ പോലും റസൂലുള്ളാഹിന്റെ വിലാദത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച വരുന്നില്ല. അതേസമയം വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചർച്ച വരുന്നത്. ഈ വിഷയം സാധാരണക്കാരായ അറബി അറിയാത്ത എന്നെ പോലെയുള്ള ആളുകളെ തന്നെ പറയാം, ആളുകളുടെ മുമ്പിൽ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ നിങ്ങൾ നല്ല ഈണത്തിൽ ഓതും, എന്നിട്ട് അതിനെക്കുറിച്ച് വിശദീകരണം കൊടുക്കാതെ അതേ മിമ്പറിൽ നിന്ന് ഇറങ്ങി ഈ സാധുക്കളെ കൊണ്ട് നിങ്ങൾ റോഡിൽ കൂടി നടത്തിക്കും. ഇത് ഇരട്ടത്താപ്പല്ലേ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അത് ഉപചോദ്യങ്ങൾ വേറെ വരാണ്ട് ഇതിന് ആദ്യം മറുപടി പറയും. ആദ്യം നിങ്ങളുടെ പരാമർശത്തിനൊരു മറുപടി പറയേണ്ടത്, ഇത് ആക്ഷേപിക്കേണ്ടതില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്നൊന്നും പറഞ്ഞല്ലോ, ആക്ഷേപിക്കേണ്ട കാര്യം തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്താണ് പരിചയപ്പെടുത്തിയത്? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ നോമ്പ് ഫസാദാക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അബ്ദുസലാം സുലമി എന്താ എഴുതിയതെന്നറിയോ? ഇത് അബ്ദുസലാം സുലമി ഞങ്ങളെ ആളല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിരുന്ന കാലത്ത് എല്ലാവരും കൂടി പ്രസിദ്ധീകരിച്ച ഇസ്ലാമിക വിധികൾ, ഇളവുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ അത്താഴം കഴിക്കുകയാണ്, പാത്രത്തിൽ ചോറ് നിറച്ച് ആക്കി, അങ്ങനെ കൈക്കിണീൻ്റെ അടിയിൽ പാത്രത്തിൽ ചോറാക്കി ചാറും പാർന്ന് കൈക്കിണീൻ്റെ അടിയിൽ വാങ്ങിക്കൊടുത്തു. എന്നാൽ അയാൾ ആ പാത്രത്തിലുള്ളത് മുഴുവൻ തിന്നോട്ടെ, ബാങ്ക് കൊടുത്താലും ഭക്ഷണം കഴിച്ചോട്ടെ സുബീക്ക്. ഇത് ജനങ്ങളെ നോമ്പ് ഫസാദാക്കലല്ലേ? പിന്നെ മാത്രമല്ല, ഞങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. വയനാട്ട് ജില്ലക്കാർ എന്തവലംബിക്കും? അതിന് MSSന്റെ ആ ചർച്ചയിൽ മറുപടി ഇല്ല. അവരുടെ നിസ്കാരം ബാത്തിലാകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ്? ഓർക്കൊരു മറുപടിയില്ല. ഒന്നും പഠിച്ചിട്ടില്ല, വെറുതെ കലണ്ടർ ഇറക്കുകയാണ്. അപ്പോൾ ഇത് ആക്ഷേപിക്കപ്പെടേണ്ടുന്ന കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ആക്ഷേപിക്കപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അത് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി മാത്രം പറയാണ്. ഇനി അത് വെച്ചിട്ട് ഞങ്ങൾ അതൊരു പർവ്വതീകരിച്ച് പറയുന്നില്ല എന്ന് മാത്രം. സംഗതി തെറ്റായ ഒരു പ്രവണതയാണ് മുജാഹിദ് പ്രസ്ഥാനം അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഖുതുബൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നമ്മളെ നാട്ടിൽ സാധാരണ ഓതുന്ന ഒരു നുബാത്തിയ ഖുതുബുണ്ട്. ആ ഖുതുബയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് മക്കാമാണ്. അതായത് മരണം, മരണാനന്തര ശിക്ഷകൾ. പ്രധാന വിഷയം തന്നെ റസൂലുള്ളാഹിന്റെ വഫാത്തായിരിക്കും. റസൂലുള്ളാഹിന്റെ വഫാത്തിനെ കുറിച്ച് സുന്നികളോളം വഴന്നു പറയുന്ന ഒരു മൗലവിയുടെ പ്രസംഗം നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹിന്റെ വഫാത്തിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നില്ല, ചരിത്രം പറഞ്ഞു കൊടുക്കുന്നില്ല എന്നൊന്നും സുഹൃത്ത് തെറ്റിദ്ധരിക്കണ്ട. പിന്നെ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, അഥവാ ഹിജ്റ 300കളിൽ പ്രസിദ്ധീകൃതമായ ദീവാനുൽ ഖുതബിൽ മിമ്പരിയ എന്ന് പറഞ്ഞ ഇബ്നു നുബാത്തയുടെ, ഈ പറഞ്ഞ നുബാത്തയുടെ മകൻ പ്രസിദ്ധീകരിച്ചതായ ഖുതുബ, ആ ഖുതുബയിൽ അത് പല നാടുകളിലും ആ ഖുതുബ ജുമഅക്ക് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലും പല പള്ളികളിലും ചില ഉസ്താദുമാരൊക്കെ അത് ഓതാറുണ്ട്. ആ ഖുതുബയിൽ അത് അന്ന് 3-ാം നൂറ്റാണ്ടിലാന്ന് തോന്നുന്നു, ഒന്നാമത്തെ ഖുതുബ തന്നെ, റബീഉൽ അവ്വലിന്റെ ഒന്നാമത്തെ ഖുതുബ തന്നെ തുടങ്ങുന്നത് റസൂലുള്ളാഹിന്റെ ജന്മ സന്തോഷം പറഞ്ഞിട്ടാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ ആ ഖുതുബ പ്രചരിച്ചില്ല എന്ന് മാത്രം. നമ്മളെ നാട്ടിൽ ആ ഖുതുബ പ്രചരിച്ചില്ല എന്നുള്ളത്. പക്ഷേ ഖുതുബനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. സനത്ത 374, ഹിജ്റ 374ആണ്. ഹിജ്റ 600-ന് മുമ്പാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാന്നുള്ളത്, അതുകൊണ്ടാണ് ഇതിൽ വഫാത്ത് കൊടുത്തത് കേട്ടോ. നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് നോക്കാൻ. ഞാൻ ഇപ്പം നമ്മൾ വിവാഹം ഒരു വ്യക്തി ചെയ്യുന്ന വിവാഹം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മളെ ഏടിലില്ലല്ലോ, നബാത്തി ഖുതുബിയിലില്ലല്ലോ. അതിനകത്ത് ഇനി നബാത്തി ഖുതുബിയിലില്ല, അതുകൊണ്ട് വിവാഹമില്ല എന്നർത്ഥം വെക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എന്നതുപോലെ ഖുതുബ ഉത്ബോധനാണെന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾ ഉത്ബോധിപ്പിക്കുന്നില്ല. അത് റസൂലുള്ളാഹിന്റെ വഫാത്ത് ആ ഖുതുബയിലാണ് ഉത്ബോധിപ്പിക്കേണ്ടത്. ഖുതുബ അല്ലെങ്കിൽ ഖുതുബന്റെ ശേഷം നിങ്ങൾ മലയാളം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഖുതുബ കഴിഞ്ഞിട്ടേ നിങ്ങൾ പറയണം സാധാരണക്കാരോട്. ഇപ്പൊ ഓതിയ ഖുതുബയുടെ പ്രമേയം വഫാത്തുൻ നബിയാണ്. അത് നിങ്ങൾ പറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ എവിടെയും പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. സുഹൃത്തെ
നിങ്ങൾ മുജാഹിദിന്റെ പള്ളിയിലല്ലേ പോണത്? അല്ല, ഞാൻ കുറെ കാലം സുന്നി പള്ളി പോയി. ഇപ്പൊ ഇടക്കാലത്ത് മാറിയതാണ്. എന്നാ സുഹൃത്തെ, എന്നാ അതിന്റെ വിശദീകരണം ഇപ്പൊ ഈ പറഞ്ഞ മാതിരിയാണ്. നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ തിരുത്തണം. വഫാത്തുൻ നബിയെ സംബന്ധിച്ച് ഖുത്ബ എന്തുകൊണ്ട് അറബിയിൽ ഓതി എന്നുള്ളതാണ്. അത് കെ എം മൗലവി മറുപടി പറഞ്ഞിട്ടുണ്ട്. കെ എം മൗലവിയുടെ ജുമാ ഖുത്ബ എന്നുള്ള പുസ്തകത്തിന്റെ 23-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മലയാളത്തിൽ ഓതണം എന്നുള്ള വാദക്കാരനാണ്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട്, നബിയോ സ്വഹാബത്തോ ഇക്കാലം അത്രയുമുള്ള ലോക മുസ്ലിങ്ങളോ അറബി ഭാഷയിൽ മാത്രമേ ഖുത്ബ ഓതിയിട്ടുള്ളൂ. ഞങ്ങളെ തെളിവ് അതാണ്. നബിയും സ്വഹാബത്തും ഇക്കാലം അത്രയുമുള്ള മുസ്ലിം പാരമ്പര്യവും അറബി ഭാഷയിൽ മാത്രമേ ഖുത്ബ ഓതിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളും അറബിയിൽ ഓതുന്നു. ഞങ്ങൾക്ക് അവിടെ വേറൊന്നും ചിന്തിക്കാനില്ല. 1300 കൊല്ലം അറബിയിൽ ഓതി, അപ്പം ഞങ്ങളും അറബിയിൽ ഓതി. വേറൊന്നും ഞങ്ങൾക്ക് അതിൽ ചിന്തിക്കാനില്ല. അതുപോലെ തന്നെ പിന്നെ നബിയുമായി ബന്ധപ്പെട്ട് മുമ്പ് അത് ആ ഹിക്മത്ത് വാരിക കംപ്ലീറ്റ് കൊണ്ടുവരും. അതിന്റെ മുമ്പും പിമ്പും നോക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. അതേ സമയത്ത് അൽ ഇർഷാദും അൽ മുർഷിദും ഞാൻ തിരിച്ച് അങ്ങോട്ട് വായിച്ചു തരാം. ഇത് മുജാഹിദുകളുടെ പ്രസിദ്ധീകരണമാണ്. മുജാഹിദ് വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണമാണ് അൽ ഇർഷാദ് അൽ മുർഷിദ്. ഇത് 1920 മുതൽ 1950 വരേക്കുമുള്ള നെതുവത്തുകാരുടെ നിലപാടാണ് ഞാൻ പറയുന്നത്. എന്താണെന്നറിയോ? നോക്കൂ നിങ്ങൾ. അവർ പറയാം, ഫവലദത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒന്നായി എഴുന്നേറ്റ് നിൽക്കുന്നു. ബഹുമാന സൂചകമായി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മുജാഹിദിന്റെ കെ മൗലവിയും കൂട്ടരും പറയാണ്. ഇത്രയും പറഞ്ഞതുകൊണ്ട് യാതൊരു ഹറാമോ മക്രൂഹോ ഖിലാഫുലൗലയോ കലരാത്ത നിലയിൽ ഷഫീഉന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കഴിക്കുന്നത് കൊണ്ട് ആ പുണ്യാത്മാവ് നമുക്ക് അറിയിച്ചു തന്നില്ല. പിന്നെ ഇതാ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു മഹാത്മാവ് ഭൂജാതനായിട്ടുള്ള ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ആ പുണ്യപ്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കാൻ പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ ആനന്ദ തുന്തിലരായി ഭവിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് റബീഉൽ അവ്വൽ മാസത്തിലാണ് ലോകൈക മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായത് എന്നതാണ് അതിന് കാരണം. ആ മാസം ഉണ്ടോ? അപ്പൊ ഇത് 30 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ പറഞ്ഞിരുന്നത്. പിന്നെ എന്തിനാ 1950 ശേഷം ശിർക്കാന്നുള്ള കളം മാറ്റി ചവിട്ടിയത് എന്തിനാ? അതാ നമ്മളെ ചോദ്യം. ഫാഇലുഹ മൗലിദ് ആഘോഷിക്കുന്നവന് പുണ്യം ലഭിക്കുന്ന മുസ്തഹബായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർദ് സുന്നത്ത് എന്ന് പറയുന്നത് ആ സുന്നത്താട്ടോ. ഖുർആന് സുന്നത്ത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന ഒരു സുന്നത്തുണ്ട്. ബിദ്അത്ത് സുന്നത്ത് എന്ന ആ രൂപത്തിൽ പറയുന്ന ഒരു സുന്നത്തുണ്ട്. ഫർദ് സുന്നത്ത് എന്ന ആ ഹുക്മ പറയുന്ന ഒരു സുന്നത്തുണ്ട്. ആ ഹുക്കുമുകളുടെ കൂട്ടത്തിൽ സുന്നത്ത് എന്ന ഹുക്കുമാണ് അതിനുള്ളത് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു. ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നു. ഒരുപാട് ഇമാമിങ്ങൾ പറയുന്നു. അതുകൊണ്ട് സുന്നത്താണ്. അപ്പൊ ഈ ഇമാമിയങ്ങൾ പറഞ്ഞത് കൊണ്ട് സുന്നത്താവും. റസൂലുള്ളാഹിന്റെ കൽപ്പന ഇല്ലാത്ത കാര്യങ്ങൾ ഇമാമിയങ്ങൾ പറഞ്ഞാൽ സുന്നത്താവും. റസൂലുള്ളാഹിന്റെ കൽപ്പന ഇല്ലാത്തത് മതവിരുദ്ധമാണെങ്കിലാണ് തെറ്റാകുക. റസൂലുള്ളാഹിന്റെ കൽപ്പന, റസൂലുള്ള നേരിട്ട് ചെയ്യാത്തൊരു കാര്യം മതത്തിന് അനുസൃതമാണെങ്കിൽ സുന്നത്താവും. അപ്പൊ മദ്രസ പറഞ്ഞ റസൂലുള്ള കൽപ്പിച്ചിട്ടില്ലല്ലോ. രാവിലെ ഇത്ര പോർഷൻ മാത്രമേ ഖുർആൻ പഠിക്കാൻ പറ്റുള്ളൂ. അത് ജയിച്ചെങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനമുള്ളൂ. പ്രത്യേക സിലബസ്, പ്രത്യേക കരിക്കുലം, പ്രത്യേക ഉസ്താദ്മാർ, പ്രത്യേക സമയം, പ്രത്യേക നേരം, പ്രത്യേക ദിവസം എല്ലാം പ്രത്യേകവൽക്കരിച്ചുകൊണ്ടുള്ള ഈ രീതി മദ്രസ പഠനം നബി നടത്തിയിട്ടില്ലല്ലോ. എന്നാൽ ആധിസ്ഥാനികമായി നബി അത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സുന്നത്താണ്. ചിലപ്പോൾ അത് ഫർളും ആവും. മദ്രസ പഠനത്തിൽ സുന്നത്തുണ്ട്, ഫർളും ഉണ്ട്. അപ്പോൾ അത് നബി ചെയ്തിട്ടില്ലല്ലോ, നബി കൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഹറാമല്ല. മതവിരുദ്ധമാണോ അല്ലേ നോക്കിയിട്ടാണ് തെറ്റാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. നബി കൽപ്പിച്ചത് മതവിരുദ്ധമാണോ, മാ ലൈസ മിൻഹു എന്നൊരു ഉപാധി കൂടി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മതകാര്യത്തിൽ വിദഗ്ധ ഉണ്ടാക്കിയിട്ട് സുന്നത്താണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ തെളിവ്? അതിനാണ് മറുപടി. അതെ, അതിനാണ് മറുപടി. അതിനാണ് മതകാര്യത്തിൽ മതവിരുദ്ധമായതിനെ പുതുതാക്കിയാൽ. അപ്പൊ 2 നിബന്ധന റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഒരു സംഗതി അനാചാരമാവാൻ 2 ഉപാധിയുണ്ട്. ഒന്ന്, അത് പുതിയ കാര്യമാവണം. 2, അത് മതവിരുദ്ധവും ആവണം. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് അത് അനാചാരമാവുക. അപ്പൊ ഒരു പുതിയ കാര്യം മതവിരുദ്ധമല്ലെങ്കിലോ അനാചാരമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പുതുതാവുക, മതവിരുദ്ധമാവുക, ഇത് രണ്ടും സംഗമിക്കുമ്പോൾ തെറ്റാണ്. അപ്പൊ 2 ഒന്നില്ലെങ്കിലോ തെറ്റല്ല, ബിദ്അത്തല്ല, അനാചാരമല്ല. അതാ നമ്മൾ പറഞ്ഞത്. ഇത് ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്ന ചോദ്യമല്ല. ശറഉൽ മഖാസിദിൽ ബഹുമാനപ്പെട്ട സയ്യിദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഈ മാലൈസ മിൻഹുവിന്റെ അർത്ഥം അറിയാത്ത പമ്പര വിഡ്ഢികൾ ചോദിക്കുന്ന ചോദ്യമാണ്. നബിന്റെ കാലത്തില്ലാത്തതൊക്കെ തെറ്റാണ്, അത് ശരിയല്ല, അത് തെറ്റായ പ്രവണതയാണ്. ആ മാനദണ്ഡം വെച്ചാണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ കുത്താറപ്പിയും കുത്തുമയ്യത്തും എല്ലാം നടത്താം. അതൊക്കെ ഈ മാനദണ്ഡം വെച്ച് അതൊക്കെ ശരിയാവുമല്ലോ. അതിൽ വരുന്ന അനാചാരങ്ങൾ, കാര്യങ്ങൾ അതുവരെ നിങ്ങൾക്ക് ഈ മാനദണ്ഡം വെച്ച് ന്യായീകരിക്കാം. നല്ല പേരുള്ളത് ന്യായീകരിക്കല്ല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്.
അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു, ഷാഫി ഇമാം പഠിപ്പിച്ചു, ഹാഫിദുൽ അസ്കലാനി പഠിപ്പിച്ചു, നബി ഇമാം പഠിപ്പിച്ചു, ഇമാം സുയൂത്തി പഠിപ്പിച്ചു, ഇമാം ഇബ്നു അബ്ദുസ്സലാം പഠിപ്പിച്ചു. ഇങ്ങനെ ഇസ്ലാമിക ലോകത്ത് അഗ്യസിലെ ഇമാമുമാരടക്കമുള്ള സകല ആളുകളും പഠിപ്പിച്ചു. മതവിരുദ്ധമല്ലാത്ത ഒരു മതപ്രവർത്തനം അത് പിൽക്കാലത്ത് വന്നതാണെങ്കിലും മതത്തിന് പ്രമാണത്തിന് വിരുദ്ധമല്ലെങ്കിൽ തെറ്റല്ല. ഉദാഹരണം, ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മെഹ്റാബ്, പള്ളിക്ക് മെഹ്റാബ് ഉണ്ടാക്കുക കൂലിട്ടുന്ന കാര്യമല്ലേ? പള്ളിക്ക് മെഹ്റാബ് ഉണ്ടാക്കൽ, മുജാഹിദിന്റെ പള്ളിക്ക് മെഹ്റാബ് ഉണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളിക്ക് മെഹ്റാബ് ഉണ്ടോ? ഒന്നാം ഖലീഫന്റെ കാലത്തുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവില്ല. ഇതൊന്നും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നില്ലല്ലോ. ആകെ 5-6 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറം 10,000-കണക്കിന് വിഷയങ്ങളുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളിക്ക് മെഹ്റാബില്ല, 4 ഖലീഫമാരുടെ കാലത്തില്ല. അത് പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയൊരു സംഗതിയാണ്. അതിൽ കയറിയിട്ടാണ് പിന്നെ ഇമാമ് നിസ്കരിക്കുക. അതിനാളുകൾ പണം മുടക്കുന്നത് പരലോകത്ത് പുണ്യം കിട്ടാൻ വേണ്ടിയാണ്. അതിനാളുകൾ പൈസ കൊടുക്കുന്നത്, സംഭാവന കൊടുക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്, അത് മതവിരുദ്ധമല്ല. അത് മതവിരുദ്ധമാണെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് അത് പിൽക്കാലത്തുണ്ടായതാണെന്ന് പറഞ്ഞിട്ട് തെറ്റാന്ന് പറയാൻ പറ്റില്ല. മറിച്ച് അത് ബിദ്അത്തല്ല, അനാചാരമല്ല. അപ്പോൾ ഇമാം ബാക്കിയാനി റളിയല്ലാഹു പറഞ്ഞു, ഒരു മിനിറ്റ്, ഹലോ, ഒരു മിനിറ്റ്, പിന്നെ ഒരു മിനിറ്റ്, അതെ നിങ്ങൾ ഒറ്റ മിനിറ്റ്. പിന്നെ അമലുൽ മൗലിദി ബിദ്അത്തുൻ, അമലുൽ മൗലിദി ബിദ്അത്തുൻ ഹദസ ബഅദൽ ഖുറൂനി സലാസ എന്ന് പറഞ്ഞു. അവിടെ ബാക്കിയാനി ഇമാം അങ്ങനെയാണെങ്കിൽ അമലുൽ മൗലിദി സുന്നത്തുൻ എന്നാ പറയുന്നുണ്ട്. അവിടെ ബിദ്അത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് മുസ്ലിങ്ങൾക്ക് പിന്നെ ആചരിക്കേണ്ടതായ ഒരു ഇബാദത്ത്. ഇമാം അൽഹാവിയിൽ ഉദ്ധരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നത്. ഈ ഫാക്കിഹാനി നബിദിനാഘോഷം ഹറാം എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് കറാഹത്താണ്. അള്ളാഹു ശിക്ഷിക്കൊന്നുമില്ല, പക്ഷേ കറാഹത്താണ് എന്നാണ് അദ്ദേഹം വിധി പറയുന്നത്. പക്ഷേ അദ്ദേഹം ആ പറഞ്ഞതിനെ ബാക്കിയുള്ള എല്ലാ ഇമാമിയങ്ങളും എതിർത്തുകയാണ്. ഹാഫിദുൽ അസ്കലാനി അതിനെതിർത്തു, ഇമാം സഹാവി അതിനെതിരാണ്, ഇമാം സുയൂത്തി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഗ്രന്ഥം തന്നെ രചിച്ചു. പിന്നെ പിൽക്കാത്ത് വന്ന ഇമാമിയങ്ങൾ, ഇമാം ഇബ്നു അൽ ഹൈത്തമി, ഇമാം ഷെർവാനി, ഇമാം ഇബ്നു ഖാസിമുൽ അബ്ബാദി, ഇങ്ങനെയുള്ള പണ്ഡിത ലോകം മുഴുവൻ ആ ഫാക്കിഹാനിയുടെ ഒറ്റപ്പെട്ട വാക്കിനെ പ്രതിരോധിച്ച് തള്ളിക്കളഞ്ഞതാ. പിന്നെ എന്തിനാ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്? അത് മുസ്ലിം ലോകത്ത് അതിനെ എതിർത്ത് ആ പറഞ്ഞത് ശരിയല്ല എന്ന് തീരുമാനിച്ച് പണ്ഡിതന്മാർ വിധി പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ പിന്നെയും പണ്ഡിതന്മാർ അതിനെ തള്ളി പറഞ്ഞു ഒന്നിനെ നിങ്ങൾ പൊക്കിപ്പിടിക്കാമുള്ള ഇമാമുമാർ അതിനെ ഖണ്ഡിച്ചു മറുപടി കൊടുത്തു കഴിഞ്ഞു. പണ്ഡിത ലോകം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ഫാക്കിഹാനിയുടെ കിതാബ് പോലും കാണാത്ത നിങ്ങൾ അത് ഉദ്ധരിക്കുക എന്നുള്ളത് അതൊരു വിഡ്ഢിത്തരമായിട്ട് മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ സമയത്തിൻ്റെ പെർമിഷൻ്റെ ഒരു പ്രശ്നം, നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. പിന്നെ സുഹൃത്തെ, സുഹൃത്തെ, നമ്മൾ ഈ പെർമിഷൻ്റെ ഒരു ഇവിടെ ഇദ്ദേഹത്തെ പോലത്തെ ഹൗമിങ്ങൾ മുജാഹിദർ ജമാഅത്തീർ പറയും മൗലിദ് വയ്ക്കൽ ശിർക്കാണ്. അപ്പം ഞാൻ എൻ്റെ നാട്ടിലൊരു മുജാഹിദറിനോട് ഒറ്റ ചോദ്യം ചോദിച്ചത്, ഞങ്ങൾ പള്ളി കമ്മിറ്റിക്കാരും മദ്രസ കമ്മിറ്റിക്കാരും മൗലൂദിൻ്റെ സമയത്ത് നെയ്ച്ചോറിൻ്റെ അരിക്കും ഡാൽഡൊക്കെ നിങ്ങളെ കടയ്ക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഉസുറും പുള്ളിയുള്ള മുജാഹിദുകാരനാണെങ്കിൽ, ഈമാ ഉള്ള മുജാഹിദുകാരനാണെങ്കിൽ എൻ്റെ കടയിൽ നിന്ന് കിട്ടുമല്ലോ ഇത് ശിർക്കാണ് എന്ന് പിന്നെ പറയുന്നില്ല. അപ്പൊ എന്താണ്, പൈസ കിട്ടുമ്പോ അവിടെ ശരിയാണ് ഇവരൊക്കെ വെറും അപ്പൊ ഞങ്ങളവിടെ തന്നെ മുജാഹിദ് തരിപ്പണായി. കാരണം എന്താ, പൈസ ഇട്ടിട്ട് അറബി അങ്ങനെ ഇപ്പൊ ഒരു ഖുർആൻ സെന്റർ ഇറങ്ങി ആകെ തല്ലും പൊടിയാണ്. അപ്പൊ ഇവരൊക്കെ വെറും പൈസക്ക് വേണ്ടിയിട്ട് മരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ സുന്നി മരിക്കുമ്പോൾ അനന്തരാവകാശം എടുക്കാൻ വേണ്ടി ഫൈസൽ മൗലവിയൊക്കെ അവിടെ ആമി പിടിച്ചല്ലോ, അല്ലേ? അല്ലേ, പൂജാരി എന്നാ പറഞ്ഞിരുന്നത്. ഫൈസൽ മൗലവി ബാപ്പാനെ പറ്റി പറഞ്ഞിരുന്നത് മമ്പറത്തെ ക്ഷേത്രത്തിലെ പൂജാരി എന്നാ പറയുന്നത്. ആ പൂജാരി മരിച്ചപ്പോ അനന്തര സ്വത്ത് കിട്ടാൻ വേണ്ടി ആമീൻ പിടിച്ചില്ലേ ഫൈസൽ മൗലവി? അപ്പൊ പണത്തിന്റെ മുമ്പിൽ പരുന്തും പറക്കൂല. എല്ലാവരും 3 സ്വലാത്തിലേക്കാണ്. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ പരിപാടി നീ കബൂലാക്കണേ തമ്പുരാനെ.
അള്ളാഹു ഈ പരിപാടി മുസ്ലിം സമൂഹത്തിന് നീ ഉപകാരപ്പെടുത്തണേ തമ്പുരാനെ. തെറ്റിദ്ധരിച്ചു പോയ മുഴുവൻ ആളുകൾക്കും സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഈ പരിപാടിയെ കൊണ്ട് നീ ഉപകാരമുണ്ടാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മഹാന്മാരായ നേതാക്കന്മാർ, അള്ളാഹുവെ അത്തിപ്പറ്റ ഉസ്താദ് പോലെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ദീർഘായുസും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആശയാദർശങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ തമ്പുരാനെ. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ കോട്ടിമാറ്റുന്ന ക്ഷുദ്ര ശക്തികളിൽ നീ സമുദായത്തെ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾ എല്ലാവരും മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ഉച്ചരിച്ച് മരിക്കുന്നവർ ഞങ്ങൾ നീ പെടുത്തണേ തമ്പുരാനെ. ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി അത്യധ്വാനം ചെയ്ത സംഘാടകർ, പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, അള്ളാഹുവെ അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, മരിക്കുമ്പോൾ ഈമാൻ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ശംസുൽ ഉലമയുടെ കൂടെ, കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ, സിയച്ച് ഉസ്താദിന്റെ കൂടെ, മഹാനായ ശിഹാബ് തങ്ങളുടെ കൂടെ, ഉമർ അലി തങ്ങളുടെ കൂടെ, അള്ളാഹുവെ അവരെയും ഞങ്ങളെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. നാളെ പൂക്കിപ്പറമ്പ് വെച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർക്കെതിരെ ആരോപിച്ച ഹുസൈൻ സലഫിയുടെ കപടവാദങ്ങൾക്ക് നാളെ പൂക്കിപ്പറമ്പിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഉസ്താദ് അലവി ദാരിമി LCD ക്ലിപ്പിംഗ് സഹിതം മറുപടി പ്രസംഗം സംസാരിക്കുന്നതാണ്. ഏവരെയും നാളെ കൃത്യം മഗ്രിബ് നിസ്കാരത്തിന് ശേഷം പൂക്കിപ്പറമ്പിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.